ശുശ്രൂഷയിലേക്ക് നടക്കാം. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്. ഒന്ന്, മാതാവും പിതാവും ദൈവസന്നിധിയിലെ തീരുമാനമെടുക്കുകയാണ്. പ്രിയ സഹോദരി, പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് അവരോട് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അവർക്ക് കൊടുത്ത മൂന്നാമത്തെ തലമുറ, അവരാണ് തലമുറ, ദൈവം അവർക്ക് ദാനമായിട്ട് കൊടുത്തു. ഇന്ന് പകൽ അവർ തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുകയാണ്. 127 സങ്കീർത്തനം നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശം. അടുത്തൊരു വാക്ക് ഉദരത്തിന്റെ ഫലമാണ് മക്കൾ. അടുത്ത വാക്ക് പ്രതിഫലമാണ് മക്കൾ. ഈ ഭൂമിയിൽ ഇവർ ജനിക്കാൻ ദൈവം അനുവദിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത പ്രതിഫലമാണ് ആര്? ഈ കുഞ്ഞ്. പെടുന്നവരുടെ തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുകയാണ്. ദൈവർക്ക് മൂന്നാമതൊരു കുഞ്ഞിനെ കൊടുത്തു. ഈ കുഞ്ഞിനെ ദൈവികമായ വഴികളിൽ നടത്താമെന്നും വചന അടിസ്ഥാനത്തിൽ വളർത്താമെന്നും ഈ കുഞ്ഞിന് വേണ്ട സകല ആത്മീയ സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കാമെന്നും ദൈവസന്നിധി തീരുമാനമെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ആ തീരുമാനത്തിന്റെ ഫലമായി ആ കുഞ്ഞിനെ ആലയത്തിൽ ദൈവദാസന്റെ കരത്തിൽ നൽകി ആ സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവദാസന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഇന്ന് നടക്കുന്നത്. ഈ കുഞ്ഞിന്റെ എല്ലാ വളർച്ചയുടെ സമയങ്ങളിലും ഈ കുഞ്ഞിന് വേണ്ട സകല ആത്മീക ഭൗതിക കാര്യങ്ങളൊക്കെ കരുതാൻ പ്രിയ സഹോദരനെയും പ്രിയ സഹോദരിയെയും കർത്താവ് അനുഗ്രഹിക്കുന്നത്. ഒന്ന് രണ്ട് ചിന്ത വേഗത്തിൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാനപ്പെട്ട രണ്ട് ഉത്തരവാദിത്തമാണ് പ്രിയ അജിബ്രദറിനും ബ്ലസ്സി സഹോദരിക്കും ഉള്ളത് ഈ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ. ഒന്നാമത്തെ ചിന്ത ഒന്ന് വായിച്ചാട്ട് ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും, ശ്രദ്ധിക്കണേ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഉപദേശിച്ചു കൊടുക്കണം. ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ ചിന്ത, എല്ലാ മാതാപിതാക്കളും, ഞാനൊരു പിതാവാണ്, ഞാൻ ഉൾപ്പെടെ ഈ വചനം ശ്രദ്ധിക്കണം. നമ്മുടെ മേലുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം, ദൈവം നമ്മുടെ തരത്തിൽ നൽകിയ തലമുറകളെ രണ്ട് കാര്യങ്ങളാണ് ആ വേദഭാഗത്തിൽ പറയുന്നത്. ഒന്ന്, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കണമെന്നുള്ളത് എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ സൂക്ഷിക്കുകയും, അടുത്ത വാക്യം അത് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ആ വാക്ക് ഭയങ്കര ആഴമുള്ള ഒരു വാക്കാണ്. ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളത് എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ സൂക്ഷിക്കുകയും, അത് ആർക്ക് നൽകണം? പകർന്ന് അത് മക്കളെ ഉപദേശിക്കണം. ഞാൻ ഈ പെന്തക്കോസ് അനുഭവങ്ങളിലൊക്കെ പഠിച്ചൊരു കാര്യമുണ്ട്. പെന്തക്കോസിലെ ഏത് കുഞ്ഞിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയെന്ന് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് ആദ്യം ഇഷ്ടം യേശുവിനെ തന്നെ. അത് കഴിഞ്ഞിട്ടാ പറയുന്നത് പപ്പയെ, മമ്മിയെ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു. ആദ്യം പറയുന്നത് എന്തുവാ? ഏറ്റവും ഇഷ്ടം യേശുവിനെ. അതിന്റെ അർത്ഥം എന്നറിയാമോ? അപ്പനും അമ്മയും അവരറിഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്തു? ഉപദേശിച്ചു കൊടുത്തു. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? ദൈവത്തിനാണ്. അതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള ദൈവിക കൽപ്പന ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യണം? സംഗ്രഹിക്കുകയും അത് നിങ്ങളുടെ മക്കൾക്ക് എന്ത് ചെയ്യണം? ഉപദേശിച്ചു കൊടുക്കണം. ഉടലിലെ പറയാമോ? ഞാനിതിപ്പോ പ്രസംഗിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളോട് കാര്യം പറയാം. അവരെ സ്നേഹത്തോട് അണച്ചു നിർത്തി അവരുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനെ നൽകണം. ദൈവിക കൽപ്പനകളെ ഉപദേശിച്ച് നൽകണം. ആ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം. കേൾക്കുന്നുണ്ട് നിങ്ങൾ? എന്താ പെന്തക്കോസ് പഠിപ്പിക്കണം, എന്താ പെന്തക്കോസിന്റെ ഉപദേശം എന്ന് പഠിപ്പിക്കണം, എന്താ വിശുദ്ധി എന്ന് പഠിപ്പിക്കണം, എന്താ വേർപാടെന്ന് പഠിപ്പിക്കണം, എന്താ ആരാധന എന്ന് പഠിപ്പിക്കണം, എന്താ പാസ്റ്റർ എന്ന് പഠിപ്പിക്കണം, എന്താ വിശ്വാസി എന്ന് പഠിപ്പിക്കണം. ഇതെല്ലാം അവരെ ഉപദേശം ചെയ്യണം, നൽകണം. ഒന്നാമത്തെ ഉത്തരവാദിത്തം അതാണ്. സമയമില്ലാത്തത് വേഗം പറഞ്ഞുകൂടാ. രണ്ടാമത്തെ കാര്യം, എഫെസ്യരുടെ ലേഖനം 6-ന്റെ 4-ാമത്തെ വാക്യം വായിച്ചു.
പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കാതെ. കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും പോറ്റി വളർത്തണം. രാമൻ പറഞ്ഞു. ആ വാക്ക് മനസ്സിലായതൊന്നല്ലോ. വാക്കൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ ദൈവം നിങ്ങൾക്ക് നൽകിയ മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. സംശയമുണ്ടോ? നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തു ദേഷ്യം ബൈബിൾ ഇതിനേക്കാളും വലിയ ഒരു ഗ്രന്ഥം ഈ ലോകത്തുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ദേഷ്യം പിടിപ്പിച്ചോളൂ, അവരെന്തും ചെയ്യുന്ന ലെവലിലോട്ട് പോകും അല്ലേ? മക്കൾ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. രണ്ടാമത്തെ കാര്യം, ബാല ശിക്ഷയിലും, അതായത് കൊല്ലാൻ കണക്കിന് അടിക്കരുത്, വളർത്താൻ കണക്കിന് അടിക്കരുത്. മനസ്സിലാവുള്ളൂ? അടിക്കുന്നതിന് കുഴപ്പമില്ല, അടിക്കുന്നതിന് മുമ്പ് എന്തിനാ അടിക്കുന്നതെന്ന് പറയണം. പോയോ എന്തിനൊക്കെ എടുത്തിട്ട് അങ്ങ് അടിക്കുവോ? അവർക്ക് പോലും വരത്തില്ല എന്തിനാ അടിക്കുന്നതിന്. പക്ഷെ അടിക്കുമ്പോ എന്തിനാന്ന് പറഞ്ഞിട്ട് അടിക്കണം, അടി കൊടുക്കാതെ ഇരിക്കരുത്. പിന്നെ എല്ലാ വീട്ടിലും ദേവടച്ച പറഞ്ഞത് ബാലൻസാണ്. അപ്പൻ അടിച്ചില്ലെങ്കിൽ അമ്മ അടിക്കും, ചിലർക്ക് അമ്മ അടിക്കത്തില്ല അപ്പൻ അടിക്കും, രണ്ടുപേരും കൂടെ അടിച്ച പിള്ളേരെത്തി അല്ലെ? അതുകൊണ്ട് എല്ലായിടത്തും ബാലൻസിലാണ്. ചിലർക്ക് അപ്പൻ അടിക്കുന്ന അപ്പന, ഞങ്ങളുടെ അവിടെ അമ്മ അടിക്കത്തില്ല അപ്പൻ അടിക്കുന്നു അല്ലെ? അങ്ങനെ അത് ബാലൻസാണ്, അത് കുഴപ്പമില്ല. പക്ഷെ അടിക്കാതിരിക്കരുത്. ദൈവത്തിന്റെ ബാലശിക്ഷയില് എന്ത് ചെയ്യണം? പഥ്യ ഉപദേശം. ഈ പഥ്യ ഉപദേശം എന്ന് പറഞ്ഞാൽ അലറുന്ന സിംഹം പോലെയാണ് ഉപദേശിക്കുന്നത്. ചിലരുടെ ഉപദേശം എങ്ങനെ നമുക്ക് ഉപദേശം കേൾക്കത്തില്ല, ആ ഒച്ച മാത്രമേ എന്ത് ചെയ്തുള്ളൂ? കേൾക്കത്തുള്ളൂ. പക്ഷെ പഥ്യ ഉപദേശം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി വയലിലായി പോവും, സത്യമൊക്കെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പറ്റിയൊരു കാര്യം പറയാം, വളരെ സ്നേഹത്തോടെ അണച്ചിരുത്തി, സ്നേഹിച്ച് മടിയിരുത്തി, തലോടി ഒന്ന് ഉപദേശിക്കണം എന്നാണ് ബൈബിൾ. ഈ രണ്ട് ഉത്തരവാദിത്വം, ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണം ശ്രദ്ധിക്കാൻ പറയാം. ഇത് ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. മൂന്നാമത്തെ കുറിച്ചാണ് രണ്ട് ഡെഡിക്കേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്. ഇതൊക്കെ പറഞ്ഞ ഡെഡിക്കേഷൻ നടത്തിയത്, എങ്കിലും ഇത് പറയാതെ നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് നടക്കുന്നത്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഇനി എന്താ ഡെഡിക്കേഷൻ, സമർപ്പണം എന്താ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞേച്ച് നമുക്ക് പ്രിയ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. പെട്ടെന്ന് വായിച്ച ശമുവേൽ പുസ്തകം 24-ാം വാക്യം. ശമുവേൽ 1-ാം അധ്യായം 24. ആ 3 വയസ്സ് പ്രായമുള്ള ഇച്ചിരി സാധനമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ചുമ്മാതെ വന്നേ കേട്ടോ, കുഴപ്പമില്ല. ഒരു കാളേനെയും പശുവിനെയും ഫാമിലി ഒന്നും കൊണ്ടുവന്നില്ല, ഭക്ഷണമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ? അവരിതെല്ലാം കൊണ്ട് വായിച്ചപ്പോളെ യഹോവയുടെ ആലയത്തിൽ എന്ത് ചെയ്തു? കൊണ്ടുചെന്ന്. ആരെ കൊണ്ടാ പോയെ? പറഞ്ഞേ, മൂന്ന് പറ. ശമൂവേൽ ബാലൻ കൊണ്ടുപോകുന്നുണ്ട്. അത് വായിച്ചപ്പോളെ ബാലൻ ആരായിരുന്നു? ചെറുപ്പം. ഈ മോനോട് ഇപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റും? അതെന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഒന്നും മനസ്സിലാകുന്നില്ല. ബാലൻ എന്തുമായിരുന്നു? ചെറുപ്പമായിരുന്നു. ആ വായിച്ചപ്പോ അവൻ കാളെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്ന് അന്ന് വീഞ്ഞു കുടിച്ച് മത്തയായി നിൽക്കുന്നു എന്ന് ചോദിച്ച ആ സഹോദരി ആരായിരുന്നു? ഞാനായിരുന്നു. ആവാശി. ഈ ബാലനായിട്ട് ഞാൻ ഇന്ന് സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം വായിക്കുന്നു. ഈ ബാലനായിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അടുത്ത വാക്ക്, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവയോട്. സിസ്റ്റർ ആ വാക്ക് ശ്രദ്ധിച്ചില്ലേ? ഒരിക്കലും വായിച്ചത് ഈ ബാലനായിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ, ഇതാണ് സമർപ്പണം, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. ആ വാക്ക് കർത്താവിന് വേണ്ടി കൊടുക്കുക. അങ്ങനെ ദൈവികമായ അനുഭവങ്ങൾക്ക് വേണ്ടി, ആത്മീയമായ അനുഭവങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം?
കൊടുക്കണം. 2-ാം അധ്യായം വായിക്കുന്ന 11-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു 1:24 സമർപ്പിച്ചു. 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു അവൻ ശമൂവേൽ ഏലി പുരോഹിതന്റെ കൂടെ ആലയത്തിൽ എന്ത് ചെയ്തു പോകുന്നു? യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ആത്മീയ അനുഭവം ഈ കുഞ്ഞ് ഈ സഭയ്ക്കും ഈ സഭയുടെ ഞാൻ ജനിച്ച സമയത്ത് പറഞ്ഞത് ഒരു ജൂനിയർ വർഷിപ്പ് ലീഡറാണ് അവന്റെ ജനറേഷൻ. കാരണം അപ്പം പാട്ടുകാരൻ ഇവിടുത്തെ വർഷിപ്പ് ലീഡറൊക്കെയാണ്. അടുത്ത അവൻ അത് പറയുമ്പോൾ ചെയ്യും. അടുത്ത അവൻ ആ തലമുറ ആ നിലയിൽ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ വളർന്നു വരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധാനം പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നേടിപ്പിടിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ അല്പസമയം സ്വാതന്ത്ര്യം എല്ലാ തരങ്ങളും സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കാം. കരങ്ങളെല്ലാം ഉയർത്തി നമുക്ക് ഒരുമിച്ച് കുഞ്ഞുങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങൾ നല്ല കർത്താവേ, നല്ലത് വിലയിരുന്നമായി നല്ല പകലിനായി ഞങ്ങൾ കർത്താവിനെ സ്വാഗതം ചെയ്യുന്നു. ഈ വിശുദ്ധ പകലിൽ ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരിക. എന്റെ കർത്താവ് എനിക്ക് വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ജിബ്ബദറിന്റെ പ്രിയ സഹോദരി പ്രസംഗി ദൈവം മൂന്നാമത് ദാനമായി തന്ന പ്രിയ കുഞ്ഞിനെ കർത്താവിന്റെ പല ദിവസത്തിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. സഭയോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പ്രിയ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം എനിക്ക് അവസരത്തിനായിട്ട് ദൈവത്തിന് സ്വാഗതം ചെയ്യും.
കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ നൽകി ദൈവം അവരെ മാനിച്ചു. വീണ്ടും ഒരു പുതിയ തലമുറയെ കാണുവാൻ ദൈവം അവർക്ക് അവസരത്തെ ഒരുക്കി. ജനന സമയങ്ങളിൽ ഒത്തിരി പ്രതിസന്ധികൾ, ഭാരങ്ങളൊക്കെ അനുഭവിക്കുന്ന സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ദോഷകരമായതൊന്നും കടന്നു വരാതെ അസാധാരണമായ ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് ആത്മാവ് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും. ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രിയക്കുഞ്ഞിന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാൽവരി ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ യേശുവിന്റെ മുറിഞ്ഞകരം കർത്താവേ പ്രിയക്കുഞ്ഞിന്റെ ശിരസിനെ വെച്ച് പകൽ ഞങ്ങൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം പ്രിയക്കുഞ്ഞിനെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദീർഘായുസിന്റെ കർത്താവ് കൊടുക്കണമേ, ആരോഗ്യത്തിന്റെ കർത്താവ് കൊടുക്കണമേ, വളർച്ചയുടെ എല്ലാ കാലങ്ങളിലും എന്റെ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടിരിക്കണമേ, ശാരീരിക ബല പരിശുദ്ധാത്മാവ് കൊടുക്കണമേ, ഒരു രോഗശക്തികളും പ്രിയ കുഞ്ഞിനെ തൊടാൻ അനുവദിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യമുള്ള കുഞ്ഞായി, നല്ല പുഷ്ടിയുള്ള കുഞ്ഞായി, ദീർഘായുസുള്ള കുഞ്ഞായി, അവയെ ആത്മബലമുള്ള കുഞ്ഞായി വളർന്നു വരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും വേണ്ട ജ്ഞാനം പരിശുദ്ധാത്മാവ് കൊടുക്കണമേ, വേണ്ട ആരോഗ്യം പരിശുദ്ധാത്മാവ് കൊടുക്കണമേ, അതിൽ നല്ല ആത്മീക നന്മകൾ പരിശുദ്ധാത്മാവ് കൊടുക്കണമേ. തികഞ്ഞ ആത്മീകനായി വളർന്നു വരുവാൻ ദൈവം സഹായിക്കണമേ. തികഞ്ഞ ദൈവകൃപയുടെ കുഞ്ഞായി വളർന്നു വരുവാൻ ദൈവം സഹായിക്കണമേ. ദീർഘായുസ് ആരോഗ്യം പരിശുദ്ധാത്മാവ് കൊടുക്കേണ്ടതിനാ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, കുഞ്ഞ് ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി സഹായിക്കണമേ. ഈ കുഞ്ഞ് ഈ ഭവനത്തിലൊരു അനുഗ്രഹമായി സഹായിക്കണമേ. അസാധാരണ ജ്ഞാനം പരിശുദ്ധാത്മാവ് കൊടുക്കണമേ. ശമൂവേൽ ബാലനെ പോലെ കുഞ്ഞു പ്രായത്തിൽ തന്നെ കർത്താവേ ആലയത്തെ വിട്ടുപിരിയാതെ പെട്ടകത്തിന്റെ അടുക്കൽ അവൻ ദൈവശബ്ദം കേൾക്കുന്ന കുഞ്ഞ, ദൈവിക മഹത്വം അനുഭവിക്കുന്ന കുഞ്ഞ, ദൈവ സ്നേഹത്തിലെ ആഴം അനുഭവിക്കുന്ന കുഞ്ഞ വളർന്നു ദൈവാത്മാവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകൽ സഭ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഓർഫിൻ എന്ന പേരിൽ ഞങ്ങൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിന് അത്ഭുതമായി മാറട്ടെ, ഈ കുഞ്ഞിന് അനുഗ്രഹമായി മാറട്ടെ. ഈ കുഞ്ഞ് ഞങ്ങളുടെ സഭയിൽ ആത്മീയ മൂല്യമായി തീരുവാൻ സഹായിച്ചാട്ടെ. ഈ കുഞ്ഞു പ്രിയ സഹോദരങ്ങൾ അനുഗ്രഹമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവൻ ഈ കുഞ്ഞു പ്രിയ സഹോദരിക്ക് അനുഗ്രഹമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കുഞ്ഞു പ്രിയ സഹോദരങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി കർത്താവ് സഹായിക്കണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കും. ഒരു അന്ധകാര പൈശാചിക ശക്തികളൊന്നും പ്രിയ കുഞ്ഞിനെ തൊടാതെ അസാധാരണമായ ദൈവകൃപയ്ക്ക് പ്രിയ കുഞ്ഞിനെ മറയ്ക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി തുണയ്ക്കപ്പെട്ട യേശുവിന്റെ മുറിഞ്ഞ കരം വെച്ച് പ്രിയ കുഞ്ഞിനെ ആശീർവദിക്കണമേ. ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ പ്രാർത്ഥന യാചനയും കേട്ടതിനായി യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ചിറക് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ദൈവത്തിന് വേണ്ടി ഒത്തിരി ഉയരങ്ങളിൽ എത്താം. കർത്താവ് സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബാലശിക്ഷയിലും മധ്യോപദേശത്തിലും ദൈവിക വചനാടിസ്ഥാനത്തിലും നല്ല ആത്മീക നിലയിൽ വളർത്തേണ്ടതിനായിട്ട് പ്രിയ സഹോദരങ്ങളുടെ കരങ്ങളിലേക്ക് പ്രിയ കുഞ്ഞിനെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കരങ്ങൾ ഉയർത്തിയുള്ള പ്രാർത്ഥിച്ചാണ്, എല്ലാ കരങ്ങൾ ഉയർത്തിയവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാണ്, എല്ലാ തലങ്ങളും തുറന്ന് സ്വാഗതം ചെയ്ത് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, പകൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അടിയുടെ ബലഹീന കരം വെച്ച് മക്കളെ ഞങ്ങൾക്ക് പകൽ അനുഗ്രഹിക്കുക. അസാധാരണമായ ആത്മാവിന്റെ ബലം നമ്മുടെ മക്കളെ പരിശുദ്ധമായി പങ്കിടണം. പ്രിയാജിബനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പിതാവായിരിക്കുവാൻ വേണ്ട സകല ദൈവിക ജ്ഞാനവും പ്രിയ സഹോദരന്റെ മേൽ പരിശുദ്ധത്വം പകരണം. ഈ കുഞ്ഞിനെ ദൈവഹിത പ്രകാരം വളർത്തുവാൻ, ദൈവാലോചന പ്രകാരം വളർത്തുവാൻ, ഇതിനെ ആത്മീകനായി വളർത്തുവാൻ കർത്താവേ വേണ്ട ദൈവിക ജ്ഞാനം പരിശുദ്ധാത്മാവ് പ്രിയ സഹോദരന്റെ മേൽ പരിശുദ്ധാത്മാവ് പകരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ കുഞ്ഞിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും അവന് വേണ്ട വിദ്യാഭ്യാസം, അവന് വേണ്ട സാധ്യതകൾ കരുതുവാൻ പ്രിയ സഹോദരന്റെ കരത്തെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നല്ലൊരു പിതാവായിരിക്കാനുള്ള സകല ദൈവിക ജ്ഞാനവും അതിന്റെ ആത്മീയ അനുഭവങ്ങളും പ്രിയ സഹോദരന്റെ മേൽ ആത്മാവ് പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ സഹോദരിക്കാരുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു മാതാവായിരിക്കുവാൻ വേണ്ട ദൈവിക ജ്ഞാനം പരിശുദ്ധാത്മാവ് പകരണമേ. ഈ കുഞ്ഞിനെ പോറ്റുവാൻ വേണ്ട ആത്മീക ഭൗതിക നന്മകൾ അവരുടെ മകളെ പരിശുദ്ധാത്മാവ് പകരണമേ. ഈ കുഞ്ഞിനെ വളർത്തുവാൻ വേണ്ട എല്ലാ ജ്ഞാനവും പരിശുദ്ധാത്മാവ് പകരണമേ. അതിലുപരി തികഞ്ഞ ആത്മീയതയും വളർത്തുവാൻ അവൻ മധ്യ ഉപദേശത്തിലും ബാലശിക്ഷയിലും തികഞ്ഞൊരു ആത്മീയതയുള്ള കുഞ്ഞായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ഒരു കുഞ്ഞായി വളർത്തിയെടുക്കുവാൻ വേണ്ട വിശേഷ ജ്ഞാനം അവരുടെ മക്കളെ പകരേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകരം ഞങ്ങൾ ഒരുമിച്ച് സഹോദരന്റെയും സഹോദരിയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് മുതൽ പ്രിയ കുഞ്ഞ് ഗോഡ്ഫി ബി അജിത് എന്ന പേര് അറിയപ്പെടും. ദൈവം പ്രിയ കുഞ്ഞിനെ പ്രിയ കുടുംബത്തെ സഹായിക്കട്ടെ. കരമടിച്ച് സന്തോഷത്തോടെ നമ്മുടെ കണ്ണുകൾ ദിവസത്തിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പറയപ്പെട്ട സകല വിഷയങ്ങളെ വഹിച്ച് നമ്മളിൽ പ്രാർത്ഥിക്കുമ്പോൾ